മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയത്തിൽ 7-ാമത്തെ ദശകത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: മായായത്ര കഥാപി നോ വിഗുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോഹ സാത്വസംഖാ ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദശരീചയത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. ബ്രഹ്മാവ് കണ്ടതായിട്ടുള്ള ആ വൈകുണ്ഠത്തിൻ്റെ വർണ്ണനയാണ് പറയണത്. പൂർവ്വശ്ലോകത്തിൽ പറഞ്ഞു: തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. തൻ്റെ ആ വാസസ്ഥാനമായിട്ടുള്ള ഏകാത്ഭുതമായിട്ടുള്ള ആ വൈകുണ്ഠത്തെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഹിരണ്യഗർഭൻ എന്ന് പറയുന്നതായിട്ടുള്ള ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഇനി ആ കാണിച്ചു കൊടുത്തതായിട്ടുള്ള ആ ഏകാത്ഭുതം എന്ന് പറഞ്ഞുല്ലോ, ആ ഏകാത്ഭുതമായിട്ടുള്ള ഭഗവാന്റെ ആവാസസ്ഥാനമായിട്ടുള്ള വൈകുണ്ഠത്തെ ആണ് ഇനി 1-2 ശ്ലോകങ്ങളിൽ പറയണത്. തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. അല്ലയോ വിഭോ, സർവവ്യാപിയായിരിക്കുന്ന ഭഗവൻ, തേ ധാമ, തത് തേ ധാമ, അങ്ങയുടെ ആ ധാമ ആവാസസ്ഥാനം, അതായത് അങ്ങ് വർത്തിക്കുന്നതായിട്ടുള്ള ആ വാസസ്ഥാനം, നിലയം, അങ്ങ് സർവവ്യാപിയാണ് എന്നുണ്ടെങ്കിലും അങ്ങക്ക് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ട്. ആ തത്തേ ധാമ, അങ്ങയുടെ ആ ധാമം വിജയതേ, സർവോത്കർഷേണ വിജയിക്കുന്നു. വിജയതേ വൈകുണ്ഠരൂപം, വൈകുണ്ഠരൂപമായിട്ടുള്ള വൈകുണ്ഠം എന്ന് പറയുന്നതായിട്ടുള്ള ആ അങ്ങയുടെ ധാമം സർവോത്കർഷേണ ജയിക്കുന്നു എന്ന്. ഏതാണ് അത്? വിഭാവിതം വിജയതേ, തത്തേ ധാമ വിഭാവിതം, വിഭാവിതമായിട്ടുള്ള, അതായത് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തതായിട്ടുള്ള ആ അങ്ങയുടെ വാസസ്ഥാനം സർവോത്കർഷേണ വിജയിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ബാക്കി അതൊക്കെ ആ വൈകുണ്ഠത്തിൻ്റെ തന്നെ വർണ്ണനയാണ് ഇനി പറയണത്. എത്ര, യാതൊരിടത്താണോ, മായാ എത്ര കഥാപി നോ വിഗുരുതേ, എത്ര, യാതൊരു ലോകത്താണോ, മായ കഥാപി ന വിഗുരുതേ, ഒരിക്കലും, കഥാപി ഒരിക്കലും തന്നെ, മായ, അങ്ങയുടെ മായ, ആ മായയുടെ വികാരങ്ങളൊന്നും ഈ വൈകുണ്ഠലോകത്തിലില്ല എന്ന് പറയുകയാണ്. ആ മായയുടെ വികാരങ്ങൾ ബാക്കിയുള്ള സ്ഥലത്ത്, പ്രപഞ്ചത്തിലെ ബാക്കി സ്ഥലങ്ങൾ 14 ലോകങ്ങളിലൊക്കെ അങ്ങയുടെ ആ മായയ്ക്ക് അങ്ങയുടെ കടാക്ഷമാത്രം കൊണ്ട് ഇളകി വശായിട്ടുള്ളതായിട്ടുള്ള ആ ത്രിഗുണങ്ങൾക്ക് സാമ്യാവസ്ഥ നഷ്ടപ്പെട്ട് ഉള്ളതായിട്ടുള്ള അതിക്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായ ആ അവസ്ഥയിൽ ആ വികാരങ്ങളൊന്നും, മായയുടെ വികാരങ്ങളൊന്നും തന്നെ ഈ വൈകുണ്ഠലോകത്തിൽ ഇല്ല. അവിടെ യാതൊരു വികാരവും മായയ്ക്ക് പ്രസക്തിയില്ല എന്ന് പറയുകയാണ്. മായായത്ര കഥാപി നോ വിഗുരുതി, ഒരിക്കലും തന്നെ ആ മായയ്ക്ക് വികാരങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ ഭാതേ ജഗദ്ഭ്യോ ബഹിഹി, എവിടെയാണത്? ഈ 14 ലോകങ്ങൾക്കും ഉപരിയായിട്ടാണ് ഈ വൈകുണ്ഠലോകം എന്നാണ്. ആ ബ്രഹ്മാവ് വൈകുണ്ഠലോകത്തിലാണ് ഇരിക്കുന്നത്, അല്ല, ബ്രഹ്മാവിൻ്റെ സത്യലോകത്തിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത്. ആ ബ്രഹ്മാവിൻ്റെയും ഉപരിയായിട്ടുള്ള ആ സ്ഥാനം ആണ് ഈ വൈകുണ്ഠത്തിനുള്ളത് എന്നാണ്. അപ്പം അങ്ങനെ ഭാതേ ജഗദ്ഭ്യോ ബഹിഹി, ആ ജഗത്തുകളുടെ മുഴുവൻ 14 ലോകങ്ങളുടെയും പുറത്ത് ആയിട്ടാണ് ഈ മായ, അല്ല, വൈകുണ്ഠലോകം ഉള്ളത്. അങ്ങയുടെ വൈകുണ്ഠലോകം വർത്തിക്കുന്നത് ഈ 14 ലോകങ്ങളുടെയും, 14 ലോകങ്ങളും മായയാൽ മൂടപ്പെട്ടുകൊണ്ടാണ് കിടക്കുന്നത്. ആ മായയ്ക്ക് 14 ലോകങ്ങളിലും പ്രവൃത്തിയുണ്ട്. പക്ഷേ ഈ ഭഗവാന്റെ വൈകുണ്ഠം എന്ന് പറയണത് ഈ 14 ലോകങ്ങൾക്കും അപ്പുറത്താണ്. അവിടെ മായയ്ക്ക് യാതൊരു വികാരവും ഇല്ല, മായയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല, അവിടെ മായ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതേ ജഗദ്ഭ്യോ ബഹിഹി, യാതൊന്നാണോ ജഗത്തുകളുടെയും അപ്പുറത്തായിട്ട്, പുറമേ ആയിട്ട്
ഭാതേ ശോഭിക്കുന്നു. ഇനി ശോകക്രോധ വിമോഹ സാത്വസമുഖാഭാവാസ്തു ദൂരം ഗതാഹ. എത്ര എന്നതിലേക്ക് അന്വയിക്കണം. എത്ര യാതൊരു ലോകത്തിലാണോ, എത്ര ശോകക്രോധ വിമോഹ സാത്വസമുഖാ ഭാവാഹ. ശോകം, ക്രോധം, മോഹം, സാധ്വസം തുടങ്ങിയതായ ഭാവങ്ങൾ, ചിത്തത്തിൻ്റെ ഓരോരോ വികൃതികൾ, ഭാവങ്ങൾ, ചിത്തത്തിൻ്റെ ഭാവങ്ങൾ ഏതൊക്കെയാണ് പറയണത്? ശോകം, ദുഃഖം. അവിടെ ദുഃഖമൊന്നുമില്ല. ക്രോധം എന്നുള്ളതില്ല. ആർക്കും ക്രോധമില്ല. ശോകമില്ല, ക്രോധമില്ല. മോഹം, അജ്ഞാനം, ആ ഞാൻ എന്നുള്ളതായിട്ടുള്ള ആ ഭാവം, അഹങ്കൃതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മോഹം കൊണ്ടുണ്ടാവണതാണ്. അതൊന്നുമില്ല അവിടെ. മോഹം, വിമോഹം. വിമോഹം വെച്ചാൽ തന്നെ വിശേഷണമുള്ളതായിട്ടുള്ള ആ മോഹം. സാധ്വസം, ഭയം എന്ന് തുടങ്ങിയതായിട്ടുള്ള ഭാവങ്ങൾ എന്നാണ്. സാധ്വസം മുഖാഹ എന്ന് പറഞ്ഞില്ലേ? ആ മുഖാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണ മുഖാഹ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർ തുടങ്ങിയവർ എന്നർത്ഥം. ആ മുഖശബ്ദം അങ്ങനെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെ ശോകക്രോധ വിമോഹ സാധ്വസാദികളായിട്ടുള്ള ഭാവങ്ങളൊന്നും തന്നെ ആ വൈകുണ്ഠ ലോകത്തിൽ എവിടെയും ഇല്ല. അവിടെ ആനന്ദം, കേവലം ആനന്ദം മാത്രമേ ഉള്ളൂ അവിടെ എന്നുള്ളതാണ്. ഭാവാസ്തു ദൂരം ഗതാഹ. അവിടെ നിന്ന് വളരെ ദൂരത്തേക്കാണ് പോയിട്ടുള്ളത്. അതായത് അവിടെ അടുത്തൊന്നുമില്ല. ഈ വൈകുണ്ഠത്തിൽ സമീപത്തൊന്നും തന്നെ ഈ ശോകക്രോധാദികളൊന്നുമില്ല എന്ന് സാരം. അവിടെ ഒട്ടും തീരെ ഇല്ല എന്ന അർത്ഥം. സാന്ദ്രാനന്ദ ശരീച എത്ര. എത്ര യാതൊരിടത്താണോ, യാതൊരു വൈകുണ്ഠലോകത്തിലാണോ സാന്ദ്രാനന്ദശരീ, സാന്ദ്രമായിട്ടുള്ള ആനന്ദം, അതായത് ഇടതൂർന്നതായിട്ടുള്ള ആനന്ദം, ഇടയിൽ യാതൊരു വേറെ ഭാവങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ആനന്ദത്തിന് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. അങ്ങനെ അതിൻ്റെ ഒരു പ്രവാഹം, സാന്ദ്രമായിട്ടുള്ള ആനന്ദം, കട്ടികൂടിയതായിട്ടുള്ള ആനന്ദം, വേറെ യാതൊരു വികാരങ്ങൾക്കും സ്ഥാനമില്ലാത്തതായി കേവലം ആനന്ദം മാത്രം. ആ ആനന്ദത്തിൻ്റെ ഒരു പ്രവാഹം തന്നെ, പ്രവാഹം തന്നെ ആണ് അവിടെ ഉള്ളത് എന്നാണ്. അതായത് തുടർച്ചയായിട്ട് ഈ ആനന്ദം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സാരം. സാന്ദ്രാനന്ദ ശരീച എത്ര. യാതൊരു ലോകത്തിലാണോ സാന്ദ്രാനന്ദമായിട്ടുള്ള അതിൻ്റെ പ്രവാഹം തന്നെ ഉള്ളത്. എന്നിട്ട് പരമജ്യോതി, അതായത് അതിലെങ്ങനെ മുങ്ങിക്കുളിക്കാം, പരമാനന്ദത്തിൽ മുങ്ങിക്കുളിക്കാം എന്നാണ് പറയണത്. അതാണ് ആ പ്രവാഹത്തിൽ കുളിക്കുക, നീന്തി തുടിക്കുക എന്നുള്ളതുണ്ടല്ലോ. അങ്ങനെയാണ് അവിടെ ഉള്ളതായിട്ടുള്ള ആത്മാക്കളൊക്കെ ഉള്ളത് എന്നാണ്. പരമജ്യോതി പ്രകാശാത്മകേ. അങ്ങനെ പരമജ്യോതി, അവിടെ ഏറ്റവും വലിയതായിട്ടുള്ള ആ ജ്യോതിസ്, ആ ജ്യോതിസിൻ്റെ പ്രകാശം അവിടെ മുഴുവനും പരക്കുന്നുണ്ട്. ജ്യോതിസ്, പരമമായിട്ടുള്ള ജ്യോതിസ് ഏതാണ്? പരമാത്മാവ് തന്നെ. ആ പരമാത്മാവ് തന്നെയാണ് ജ്യോതിസ് രൂപമായിട്ട് അവിടെ ഇരിക്കുന്നത്. ആ പരമാത്മാവിനെ കൊണ്ട് പ്രകാശാത്മകമായിട്ടുള്ളതാണ് ഈ ലോകം. അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ ആ വികുണ്ഠലോകം, വാസസ്ഥാനമായിട്ടുള്ള ആ വികുണ്ഠലോകം സർവോത്കർഷേണ വിജയിക്കുന്നു എന്ന് അർത്ഥം. പായായത്ര കഥാപിനോ വികുരുത. എവിടെയാണോ ഒരിക്കലും മായയ്ക്ക് വികാരം ഉണ്ടാകാത്തത്. ഭാവേ ജഗദ്ഭ്യോ ബഹിഹി. എന്തുകൊണ്ടാണ് അങ്ങനെ മായയുടെ വികാരങ്ങളൊന്നും ഉണ്ടാവാത്തത് എന്ന് വെച്ചാൽ 14 ലോകങ്ങളും ആണ് മായ കൊണ്ട് ആവൃതമായിട്ടുള്ള പക്ഷെ അതിനും പുറത്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഭഗവാന്റെ ഈ വികുണ്ഠലോകം, അതിൻ്റെയും അപ്പുറത്താണ്. അപ്പം അതുകൊണ്ട് അവിടെ മായയുടെ വികാരങ്ങളൊന്നുമില്ല എന്ന് പറയുകയാണ്. ശോകക്രോധ വിമോഹ സാത്വസമുഖാഹ ഭാവാഹ. ശോകം, ക്രോധം, മോഹം, ഭയം തുടങ്ങിയതായ വികാരങ്ങളൊന്നും യാതൊരിടത്താണോ തീരെ ഇല്ലാത്തത്, എവിടെ നിന്നാണോ ദൂരത്തേക്ക് പോയിട്ടുള്ളത്, അതായത് അവിടെ അതിൻ്റെ ഒന്നും സ്പർശം പോലും ഇല്ല എന്നർത്ഥം. അങ്ങനെ എത്ര, പിന്നെ യാതൊരിടത്താണോ സാന്ദ്രാനന്ദശരീ, സാന്ദ്രമാകുന്ന ആനന്ദത്തിൻ്റെ പ്രവാഹം തന്നെ ഉള്ളത്. പരമജ്യോതി, പരമജ്യോതിസായിട്ടുള്ള പ്രകാശം, അതായത് പരമാത്മാവിൻ്റെ പ്രകാശം തന്നെ ഉള്ളത് യാതൊരിടത്താണോ അങ്ങനെ പ്രകാശാത്മകേ, അപ്രകാരം പ്രകാശാത്മകമായിട്ട് പ്രകാശസ്വരൂപമായിട്ടുള്ള അങ്ങയുടെ ആ ധാമം അത് വിജയിക്കുന്നു, സർവോത്കർഷേണ വിജയിക്കുന്നു എന്ന് ആ വൈകുണ്ഠത്തിനെ ഒന്ന് വർണ്ണിക്കുകയാണ് ചെയ്തത്. ഒന്നും കൂടി ശ്ലോകം ചൊല്ലാം. മായായത്ര കഥാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി
ശോകക്രോധവിമോഹസത്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ സാന്ദ്രാനന്ദശരീചയത്ര പരമജ്യോതിഃപ്രകാശാത്മകേ തത്തേ ധാമവിഭാവിതം വിജയത്തെ വൈകുണ്ഠരൂപം വിഭോ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ലോകങ്ങൾക്കുമതീതമായി വിലസും മായയ്ക്കുമപ്രാപ്തമാം ശോകം കോപഭയം ച മൗഢ്യമിവയാം ഭാവങ്ങളെത്താത്തിടം ആനന്ദം വഴിയുന്നിടം പുനരഹോ ജ്യോതിപ്രഭാപൂരിതം ബ്രഹ്മന്നിങ്ങനെ കാട്ടി നിന്റെ ഭവനം വൈകുണ്ഠലോകം വിഭോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.